പ്രതിരോധകങ്ങൾ അഥവാ റെസിസ്റ്ററുകൾ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന രീതികളെക്കുറിച്ചിട്ടാണ് ഇനി പഠിക്കാനുള്ളത്. പ്രതിരോധകങ്ങൾ എന്നല്ല, ഏത് ഇലക്ട്രോണിക് ഘടകങ്ങളും അതുപോലെ ഏതൊരു ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഒരു സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത് രണ്ട് വിധത്തിലാണ്. അതിലൊന്നിനെ സമാന്തര രീതി എന്നും രണ്ടാമത്തതിനെ ശ്രേണി രീതി എന്നുമാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന സർക്യൂട്ട് ഡയഗ്രത്തിൽ രണ്ട് സർക്യൂട്ട് ഡയഗ്രങ്ങളുണ്ട്. രണ്ടിലും B1, B2 എന്നിങ്ങനെയുള്ള രണ്ട് ബൾബുകൾ ഒരു 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് സെല്ലുമായി കണക്ട് ചെയ്തതാണ്. ഒരു സ്വിച്ച് രണ്ട് സർക്യൂട്ടിലും കാണാം ഈ സർക്യൂട്ട് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ രണ്ട് ബൾബുകളും രണ്ട് സർക്യൂട്ടുകളിലായിട്ട് രണ്ട് രീതിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സർക്യൂട്ടിൽ ആദ്യം കാണുന്ന ഇടതുവശത്ത് കാണുന്ന ഒന്നാമത്തെ സർക്യൂട്ടിൽ B1, B2 എന്നീ രണ്ട് ബൾബുകൾ സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തേതിൽ ശ്രേണി രീതിയിലുമാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. സമാന്തര രീതിയിൽ ഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വൈദ്യുതി വരുന്ന സർക്യൂട്ട് രണ്ട് ശാഖകളാക്കി മാറ്റിയിട്ട് ആ ശാഖകളിലാണ് ഇവിടെ ബൾബ് ഘടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ശ്രേണി രീതിയിൽ ഇങ്ങനെ ശാഖകൾ ഉണ്ടാവില്ല. വൈദ്യുതി കടന്നു വരുന്ന ചാലകത്തിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് എന്നുള്ള രീതിയിലാണ് ബൾബുകൾ ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മാലയിൽ മുത്ത് കോർത്തതുപോലെ അല്ലെങ്കിൽ ഒരു തീവണ്ടിയുടെ കമ്പാർട്ട്മെൻറ്റുകൾ യോജിപ്പിച്ചതുപോലെയൊക്കെയാണ് ശ്രേണി രീതിയിൽ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഈ രണ്ട് സർക്യൂട്ടുകളിലും ബൾബുകൾ പ്രകാശിപ്പിച്ചു നോക്കിയാൽ എന്ത് തരത്തിലാണ് അതിൻ്റെ പ്രകാശ തീവ്രതയ്ക്ക് വ്യത്യാസമുണ്ടാവുക എന്ന് നമുക്ക് ഈ ഒരു സർക്യൂട്ട് നിർമ്മിച്ച് പ്രവർത്തിപ്പിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കാം. ഒന്നാമത് കണ്ട സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് ഉള്ള മാറ്റം, നിർമ്മിച്ചപ്പോഴുണ്ടായ ഒരു മാറ്റം, സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ 6 വോൾട്ട് ബാറ്ററി കണ്ടിരുന്നു. ബാറ്ററിക്ക് പകരം ഇവിടെ ഒരു ബാറ്ററി എലിമിനേറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ അതിലൊരു സ്വിച്ച് ഉണ്ടായിരുന്നു. സ്വിച്ച് നമ്മൾ ഈ എലിമിനേറ്ററിൽ തന്നെയുള്ള സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഈ ഒരു സർക്യൂട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബൾബും പ്രകാശിക്കുന്നത് കാണാം. ഇവിടെ കറണ്ട് ഈ വയറിലൂടെ കടന്നു വന്ന് ഈ ഭാഗത്ത് എത്തുമ്പോൾ രണ്ട് ശാഖകളായിട്ട്, രണ്ട് ബ്രാഞ്ചുകളായിട്ട് മാറുന്നു. ആ രണ്ട് ബ്രാഞ്ചിലൂടെയും കറണ്ട് പ്രവഹിക്കുന്നു. അങ്ങനെ രണ്ട് ബ്രാഞ്ചിലുള്ള ബൾബുകൾ പ്രകാശിക്കുകയാണ് ഈ ഒരു കണക്ഷനിൽ സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു രീതിയെ, അതായത് ബ്രാഞ്ചുകളായിട്ട് മാറിയിട്ട് വൈദ്യുതി പ്രവഹിപ്പിക്കുന്ന രീതിയെ സമാന്തര രീതി എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ അതിനെ പാരലൽ കണക്ഷൻസ് എന്നാണ് പറയുക. ഈ ഒരു കണക്ഷനിൽ ഇവിടെയുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, ഈ ബൾബ് പ്രകാശിക്കുന്ന തീവ്രത എത്രയാണ് എന്നാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ തീവ്രത ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ അടുത്തൊരു സർക്യൂട്ട് ചെയ്യും, അതിലെ പ്രകാശ തീവ്രതയുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യണം. ഇനി ശ്രേണി രീതിയിൽ ഘടിപ്പിച്ച രണ്ടാമത്തെ സർക്യൂട്ട് നിർമ്മിച്ച് പ്രവർത്തിപ്പിച്ചു നോക്കാം. അതിൻ്റെ പ്രകാശ തീവ്രതയ്ക്ക് സമാന്തര രീതിയിൽ ഉണ്ടായിരുന്ന പ്രകാശ തീവ്രതയിൽ നിന്ന് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ സർക്യൂട്ട് ഡയഗ്രത്തിൽ കണ്ടതുപോലെയുള്ള സർക്യൂട്ടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വൈദ്യുതി പ്രവഹിക്കുന്നു. വൈദ്യുതി ഇവിടെ ശാഖകളൊന്നുമില്ല. ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ബൾബിന് ശേഷം അടുത്ത ബൾബിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന രീതിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ നമ്മൾ ശ്രേണി രീതിയിലുള്ള കണക്ഷൻ എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ സീരീസ് കണക്ഷൻ എന്ന് പറയും. ഇവിടെയുള്ള പ്രകാശ തീവ്രത, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റും മുമ്പ് കണ്ട ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുക. ഈ ഒരു കണക്ഷനിൽ ഇതേ കറണ്ട് തന്നെയാണ്, ഇതേ വോൾട്ടേജിലുള്ള കറണ്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കുറവാണ്. ബൾബ് പ്രകാശിക്കുന്ന പ്രകാശ തീവ്രത മുമ്പ് നമ്മൾ സമാന്തര രീതിയിൽ കണ്ടതിനെക്കാട്ടിലും കുറവാണ് എന്ന് കാണാം. പ്രകാശ തീവ്രതയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണം ആ ബൾബുകൾക്ക് ലഭിക്കുന്ന വോൾട്ടതയുടെ വ്യത്യാസം കൊണ്ടാണ്. വോൾട്ടേജ് കൂടുതൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നു. വോൾട്ടേജ് കുറവുള്ള ഭാഗത്ത് പ്രകാശ തീവ്രത കുറവായിരിക്കും. ഇവിടെ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ
രണ്ട് ബൾബും കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നു. കാരണം അവിടെ കൂടുതൽ വോൾട്ടേജ് കിട്ടുന്നുണ്ടാവും. ശ്രേണി രീതിയിലാവുമ്പോൾ പ്രകാശ തീവ്രത കുറവാണ് കാണുന്നത്. അതായത് അവിടെ ഓരോ ബൾബിനും ലഭിക്കുന്ന വോൾട്ടേജ് കുറവായിരിക്കും. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. ആദ്യം സമാന്തര രീതി ഒന്ന് പരിശോധിക്കാം. ഇവിടെ ചിത്രത്തിൽ നോക്കുക. B1, B2 എന്നീ രണ്ട് ബൾബുകളുടെയും ഒരേപോലെയുള്ള രണ്ട് ബൾബുകളാണ്. രണ്ട് ബൾബുകളുടെയും രണ്ട് അഗ്രവും ഘടിപ്പിച്ചിട്ടുള്ളത് എ ബി എന്ന് ചിത്രത്തിൽ മാർക്ക് ചെയ്ത ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ B1 എന്ന് പറഞ്ഞ ബൾബിന് കിട്ടുന്ന വോൾട്ടേജും B2 എന്ന് പറഞ്ഞ ബൾബിന് കിട്ടുന്ന വോൾട്ടേജും എയും ബിയും സർക്യൂട്ടിലെ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. B1 നോക്കുകയാണെങ്കിൽ B1 ഘടിപ്പിച്ചുള്ളത് എക്കും ബിക്കും ഇടയ്ക്കായിട്ടാണ്. B2വും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണോ അതേ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് B1 എന്ന ബൾബിനും B2 എന്ന ബൾബിനും ലഭിക്കുന്നത്. ഇനി എ എന്ന പോയിന്റിലേക്ക് കണക്ഷൻ വരുന്നത് എവിടുന്നാണ് നോക്കാം. ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗത്തിൽ നിന്നാണ് എയിലേക്ക് കണക്ഷൻ വരുന്നത്. ബിയിലേക്ക് കണക്ഷൻ വരുന്നത് നെഗറ്റീവ് ഭാഗത്തിൽ നിന്നുമാണ്. എന്ന് വെച്ചാൽ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണോ അതുതന്നെയാണ് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും. 6 വോൾട്ട് ബാറ്ററിയാണ്. ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 6 വോൾട്ടാണ്. അതേ 6 വോൾട്ട് തന്നെയാണ് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമായിട്ട് വോൾട്ടേജ് ആയിട്ട് അനുഭവപ്പെടുക. ഇനി ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓരോ ബൾബുകൾക്കും ഒരേ പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടേജ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലുള്ള സോഴ്സിൻ്റെ ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെയായിരിക്കും. അതായത് ബാറ്ററി എത്ര വോൾട്ട് ബാറ്ററിയാണോ ആ വോൾട്ടേജ് രണ്ട് ബൾബുകൾക്കും ഒരേപോലെ ലഭിക്കുന്നു. രണ്ട് ബൾബും ഒരേ വോൾട്ടേജിൽ പ്രവർത്തിക്കാൻ ഇങ്ങനെ സമാന്തര രീതിയിലാണെങ്കിൽ സാധിക്കുന്നു. ഇനി ശ്രേണി രീതിയിൽ ഓരോ ബൾബുകൾക്കും ലഭ്യമാകുന്ന വോൾട്ടേജ് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യത്തെ B1 എന്ന ബൾബ്. B1 എന്ന ബൾബിൻ്റെ രണ്ട് അറ്റവും സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചുള്ളത് എ ബി എന്ന് ചിത്രത്തിൽ മാർക്ക് ചെയ്ത ഭാഗത്താണ്. അതുപോലെ B2 എന്ന ബൾബിൻ്റെ രണ്ട് അറ്റങ്ങളും ബി എന്ന പോയിന്റിലും സി എന്ന പോയിന്റിലുമാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ബിക്ക് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എയുടെയും ബിയുടെയും എ എന്ന ബിന്ദുവിൻ്റെയും ബി എന്ന ബിന്ദുവിൻ്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് B1 ലഭിക്കുക. B2 ലഭിക്കുക ബി എന്ന ബിന്ദുവിൻ്റെയും സി എന്ന ബിന്ദുവിൻ്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. ഇത് രണ്ടും വേറെ വേറെ ആയതുകൊണ്ട് ഒരേ പോയിന്റുകളല്ലാത്തത് കൊണ്ട് B1നും B2നും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം വേറെ വേറെയാണ് എന്ന് മനസ്സിലാക്കാം. വ്യത്യസ്ത പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഓരോ ബൾബിനും ശ്രേണി രീതിയിൽ ലഭിക്കുന്നത്. ഇനി രണ്ട് ബൾബിനും കൂടെ ഒരുമിച്ച് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ് എന്ന് ആലോചിച്ച് നോക്കാം. രണ്ട് ബൾബും കൂടെ ഒരുമിച്ച് ഒറ്റ യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയാൽ ഈ ബൾബുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് എ എന്ന പോയിന്റിനും സി എന്ന പോയിന്റിനും ഇടയ്ക്കായിട്ടാണ്. അതായത് ബൾബുകൾക്ക് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എയുടെയും സിയുടെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ എ കണക്ട് ചെയ്തിട്ടുള്ളത് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും സി കണക്ട് ചെയ്തിട്ടുള്ളത് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കുമാണ്. അപ്പോൾ എക്കും സിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ബാറ്ററിയുടെ വോൾട്ടേജാണ്. അതായത് ഇവിടെ 6 വോൾട്ടാണ്. രണ്ട് ബൾബിനും കൂടെ രണ്ടിനും കൂടി ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് 6 വോൾട്ട്. അപ്പോൾ ഓരോ ബൾബിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എന്തായാലും 6 വോൾട്ടിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ ഓരോ ഉപകരണങ്ങൾക്കും, ഇവിടുത്തെ ഉപകരണം ബൾബാണ്, അപ്പോൾ ഇവിടെ ഓരോ ബൾബുകൾക്കും ലഭിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലെ ആകെ വോൾട്ടേജിനെക്കാട്ടിലും കുറവ് വോൾട്ടേജ് ആയിരിക്കും. അതുകൊണ്ടാണ് ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചപ്പോൾ ഇവിടെ ബൾബിൻ്റെ പ്രകാശ തീവ്രത സമാന്തര രീതിയെ അപേക്ഷിച്ച് കുറവായിട്ട് അനുഭവപ്പെട്ടത്. സമാന്തര രീതിയുടെയും ശ്രേണി രീതിയുടെയും
മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാം. നമ്മൾ ആദ്യം ചെയ്ത സമാന്തര രീതിയിലുള്ള സർക്യൂട്ടിൽ പാരലൽ കണക്ഷൻസിൽ ഇതിലൊരു ബൾബിനെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ മറ്റേ ബൾബിൻ്റെ പ്രകാശ തീവ്രതയ്ക്കോ അല്ലെങ്കിൽ മറ്റേ ബൾബ് പ്രകാശിക്കുന്നതിലോ എന്ത് മാറ്റമാണ് വരുന്നത് എന്നൊന്ന് നോക്കാം. നോക്കുക, ഇവിടെ നമ്മൾ ഇതിൽ നിന്നൊരു ബൾബ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ബൾബ്, അതായത് അതിൽ ഒഴിവാക്കാത്ത ബൾബ് പ്രകാശിക്കുന്നുണ്ട്. പ്രകാശ തീവ്രതയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്രകാശ തീവ്രതയിൽ ഇത് പ്രകാശിക്കുന്നുണ്ട്. ഇനി ശ്രേണി രീതിയിൽ നിന്ന് ഇതുപോലെ ഒരു ബൾബ് ഊരി മാറ്റുകയാണെങ്കിൽ സർക്യൂട്ടിൽ എന്താണ് മാറ്റമുണ്ടാവുക എന്ന് നോക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബൾബ് നമ്മൾ ഊരി മാറ്റി. സർക്യൂട്ട് ഓഫ് ചെയ്തിട്ടില്ല, ഓണാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ബൾബ് പ്രകാശിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പ്രകാശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു ബൾബ് പ്രകാശിക്കുന്നില്ല അല്ലെങ്കിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബൾബ് പ്രകാശിക്കുന്നില്ല. ഇവയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, സമാന്തര രീതിയിലുള്ള ഉപകരണങ്ങളുടെ ക്രമീകരണമാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിലേതെങ്കിലും ഒരു ഉപകരണം മാത്രം പ്രവർത്തിപ്പിക്കാം. ഒന്ന് ഓഫ് ചെയ്താലും മറ്റുള്ളവ പ്രവർത്തിപ്പിക്കാൻ കഴിയും. എന്നാൽ ശ്രേണി രീതിയിൽ ഏതെങ്കിലും ഒരു ഉപകരണം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കണക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മറ്റു ഉപകരണങ്ങളൊന്നും പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഇലക്ട്രിക്കൽ വയറിങ്ങിൽ ശ്രേണി രീതിയാണോ സമാന്തര രീതിയാണോ ഉപയോഗിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക.